യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പള്ളികൾ ഏറ്റെടുക്കാനുള്ള പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധവുമായി യാക്കോബായ വിശ്വാസികൾ. വടക്കഞ്ചേരിയിലെ പള്ളികൾക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു വിശ്വാസികൾ. പ്രതിഷേധത്തെ തുടർന്ന് പോലീസും പള്ളി ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരും മടങ്ങി. വടക്കഞ്ചേരി മേഖലയിൽ മംഗലം ഡാം, ചെറുകുന്നം, എരിക്കുംചിറ പള്ളികളിലാണ് പ്രതിഷേധമുണ്ടായത്. പള്ളികളുടെ ഗേറ്റുകൾക്ക് മുമ്പിലാണ് വിശ്വാസികൾ പ്രതിഷേധിച്ചത്. ഈ പള്ളികളിൽ വലിയൊരു വിഭാഗം വിശ്വാസികളും യാക്കോബായ വിഭാഗക്കാരാണ്. എരിക്കുംചിറ പള്ളിയിൽ നിന്ന് വെറും 2 കുടുംബങ്ങളും മറ്റു പള്ളികളിൽ നിന്നും വളരെ ചെറിയൊരു വിഭാഗം വിശ്വാസികളും മാത്രമാണ് ഓർത്തഡോക്സ് വിഭാഗത്തിനായി പള്ളി പിടിക്കാനായി മുൻകൈയെടുത്തിരിക്കുന്നത്. കോടതി വിധി നടപ്പാക്കുമെന്ന വിവരത്തെ തുടർന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വിശ്വാസികൾ അതിരാവിലെ തന്നെ പള്ളിയിൽ എത്തുകയായിരുന്നു. വൻ പോലീസ് സന്നാഹത്തെയും പ്രദേശത്ത് വിന്യസിച്ചിരുന്നു. വളരെ ബഹുമാനത്തോടുകൂടി നിങ്ങളെ എല്ലാവരെയും ആദരിച്ചും കൊണ്ടും കോടതി വിധിയെ മാനിച്ചുകൊണ്ടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾക്ക് അടിയുറച്ചു നിൽക്കുവാൻ വേണ്ടി പണിതു തന്നിരിക്കുന്ന ഈ ആലയം ഞങ്ങളുടെ മരണത്താലല്ലാതെ ഞങ്ങൾക്കിത് വിട്ടുതരാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഞങ്ങൾക്കതേ സാധ്യമാവുള്ളൂ. ഞങ്ങൾ എവിടേക്കൊന്ന് ഇറങ്ങിപ്പോകണമെന്ന് കൂടി നിങ്ങളൊന്ന് പറയണം. ഞങ്ങൾ 60-ൽ പരം വർഷത്തിന് മുൻപായി സ്ഥാപിച്ച ഈ ദേവാലയം ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം ഒരേ 72 വർഷം ഈ പിതാക്കന്മാരെല്ലാം കല്ലും മണ്ണും ചുമന്ന് പണിതുയർത്തിയൊരു ദൈവാലയമാണ്. ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ സാധ്യമാവില്ല. ഞങ്ങൾക്കതിന് കഴിയില്ല. കോടതിയെ ബഹുമാനിക്കാതിരിക്കുന്നതല്ല, കോടതി വിധിയെ മാനിച്ചുകൊണ്ട് തന്നെയാണ്, നിങ്ങളെല്ലാവരെയും മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവരെയും കൊണ്ട് എങ്ങോട്ട് പോകും. ഞങ്ങൾക്ക് വേറൊരു ഇടമില്ല പോവാൻ. ഞങ്ങളുടെ വിശ്വാസത്തിൽ മാത്രം നിലനിൽക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഒരു വ്യക്തികൾ പോലും ഇതിനകത്ത് എതിർപക്ഷത്തില്ല. അതെ, ഞങ്ങൾക്ക് ഇപ്പം ഇത് വിധി നടപ്പാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പോലീസ് അധികാരികളോടും തഹസീൽദാരിനോടും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വേദനയുടെ ആ ചിത്രം കൂടി നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളും അധികാരപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഒരു ശവടക്കുണ്ട്, ഞങ്ങൾക്ക് ശവടക്കണം. ഞങ്ങളുടെ വിശ്വാസികൾ മരിച്ചാൽ ആ വിശ്വാസത്തിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന ആചാര്യന്മാർ, പുരോഹിതന്മാർ ആ ശുശ്രൂഷ പൂർത്തീകരിക്കണം എന്നത് വിശ്വാസിയുടെ ആഗ്രഹമാണ്. അത് നടപ്പാക്കാൻ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഞങ്ങളുടെ വിശ്വാസത്തിൽ കഴിയില്ല. ചെറുകുന്നം പള്ളിയിലേക്ക് പോലീസ് എത്തിയപ്പോൾ പ്രതിഷേധക്കാർ സംഘടിതമായി പോലീസിന് മുന്നിൽ ഉറപ്പിച്ചു. പോലീസ് ബലം പ്രയോഗിച്ച പ്രതിഷേധക്കാരെ തള്ളിമാറ്റാൻ ശ്രമിച്ചെങ്കിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വിശ്വാസികൾ മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധം കടുപ്പിച്ചു. അവരുടെ അമ്മമാരാണ്, അവരുടെ മക്കളാണ്, അവരുടെ ചേട്ടന്മാർ.
പോലീസുകാരാണ് ഇരിക്കുന്നത്. അവരെ പോലും ദ്രോഹിക്കുന്ന, മൃഗങ്ങളെക്കാൾ മോശമായി പെരുമാറുന്ന ഈ നികൃഷ്ട ജീവികൾ എന്നല്ലാതെ എന്തെന്ന് വിളിക്കും? മൂക്ക് കീപ്പിട്ടുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന പോലീസ് ഓഫീസർമാരെ, ഞങ്ങൾ നിങ്ങൾക്കാർക്കും എതിരല്ല. അനുനയിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പ്രതിഷേധക്കാർ പിന്മാറാതായതോടെ പോലീസ് ഗ്രനേഡും പ്രയോഗിച്ചു. ഈ ചെറുകുന്നം പള്ളിയിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാര്യമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ അരങ്ങേറുന്നത്. ഏത് നിമിഷം ഇതിനിടെ ഉന്തും തള്ളുമുണ്ടായതിനെ തുടർന്ന് 2 വൈദികർ സ്ഥലത്ത് കുഴഞ്ഞു വീണു. ഇതോടെ പോലീസ് ബലം പ്രയോഗിച്ചുള്ള നടപടികൾ അവസാനിപ്പിച്ച് പിൻവാങ്ങി. കുഴഞ്ഞുവീണ വൈദികരെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തഹസിൽദാർ ടി ശ്രീകല, ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പോലീസിനൊപ്പം പള്ളി ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരും മടങ്ങി. പോലീസിന്റെ വളരെ നല്ല രീതിയിലുള്ള ഫോഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് അവരുടെ വിശ്വാസത്തെ അവർ വിട്ടുകളയാൻ തയ്യാറല്ലെന്നും അത് കോടതി മുമ്പാകെ ധരിപ്പിക്കുന്നു. ഒഴിഞ്ഞു പോകാൻ മരിച്ചാൽ അല്ലാതെ ഇവിടുന്ന് ഒഴിയില്ലെന്നും ആണ് അവർ പറയുന്നത്. ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ഇവരെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കാൻ സാധ്യമല്ല. നിരവധി സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുള്ള ഒരു സംഘമാണ് അവിടെ നിൽക്കുന്നത്. അതിനാൽ തൽക്കാലം ഇവിടെ കൂടി നിൽക്കുന്നവരുടെ പേരും അഡ്രസ്സും നമുക്ക് തടസ്സം സൃഷ്ടിച്ചവരുടെ എടുക്കുക മാത്രമേ ഇവിടെ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ മടങ്ങിയതോടെ വിശ്വാസികൾ പ്രതിഷേധം അവസാനിപ്പിച്ചു. പള്ളിത്തർക്കത്തിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായാണ് ഹൈക്കോടതി വിധി. കഴിഞ്ഞ മാസവും പോലീസ് സംരക്ഷണയിൽ ഓർത്തഡോക്സ് വിഭാഗം പള്ളി തിരിച്ചുപിടിക്കാൻ എത്തിയിരുന്നു. എന്നാൽ വിശ്വാസികളുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.